കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകൾ ഇളകുകയാണെന്നും UDF വൻ അട്ടിമറിക്ക് ഒരുങ്ങുകയാണെന്നുമുള്ള കൃത്യമായ സൂചനകളാണ് പുറത്തുവരുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ പകുതിയിലധികം സീറ്റുകൾ UDF പിടിച്ചെടുക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതിന് ആധാരമായി നിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും വോട്ട് കണക്കുകളാണ്. ഭരണവിരുദ്ധ വികാരം ഒരു തരംഗമായി മാറുമ്പോൾ തലസ്ഥാന ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ UDFന് അനുകൂലമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഫലങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ UDFന്റെ മുന്നേറ്റം വളരെ വ്യക്തമാകും. ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ UDF വൻ മുന്നേറ്റമാണ് നടത്തിയത്. ആകെ 73 ഗ്രാമപഞ്ചായത്തുകളിൽ 25 എണ്ണത്തിൽ വിജയിച്ചപ്പോൾ പല ഇടതുപക്ഷ കോട്ടകളിലും വോട്ട് വിഹിതം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ UDFന് സാധിച്ചുവെന്ന് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ചിറയൻകീഴ് മണ്ഡലമാണ്. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തെ മാത്രം തുണച്ചിരുന്ന ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDFന് 640 വോട്ടിന്റെ നിർണായകമായ മേൽക്കൈ നേടിയെടുക്കാൻ സാധിച്ചു. വി ശശിയെ പോലെയുള്ള അതികായന്മാരുടെ മണ്ഡലത്തിൽ UDF നേടിയ ഈ ലീഡ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയുടെ ആദ്യ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. നെയ്യാറ്റിൻകര മണ്ഡലത്തിലും UDFന് അനുകൂലമായ തരംഗമാണ് ദൃശ്യമാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണെങ്കിലും ഇത്തവണ തദ്ദേശ തലത്തിൽ UDF 1556 വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷം ഉറപ്പാക്കി. സർക്കാരിന്റെ തീരദേശ നയങ്ങളോടുള്ള പ്രതിഷേധവും ജനവിരുദ്ധ വികാരവും വോട്ടായി മാറുന്നു എന്നതിന്റെ തെളിവാണ് നെയ്യാറ്റിൻകരയിലെ ഈ മാറ്റമെന്ന് പറയാം. സമാനമായ രീതിയിൽ പാറശാലയിലും കാട്ടാക്കടയിലും LDFന്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കാട്ടാക്കടയിൽ മുൻപ് 23,000-ന് മുകളിൽ ഉണ്ടായിരുന്ന LDF ലീഡ് ഇപ്പോൾ വെറും 8,000-ലേക്ക് ചുരുങ്ങി. 15,000-ഓളം വോട്ടുകളുടെ ഈ ചോർച്ച UDFന് അവിടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ജയത്തിനുള്ള സാധ്യതകളാണ് തുറന്നിടുന്നത്. ആറ്റിങ്ങൽ, വർക്കല നഗരസഭകളിൽ LDF അധികാരത്തിലെത്തിയെങ്കിലും അവരുടെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായ വൻ ഇടിവ് UDFന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആറ്റിങ്ങലിൽ LDFന് മുൻപുണ്ടായിരുന്ന 31,000 വോട്ടിന്റെ വൻ ഭൂരിപക്ഷം 12,000 വോട്ടിലേക്ക് കുറഞ്ഞത് ചെറിയ കാര്യമല്ല. വോട്ടർമാർക്കിടയിൽ രൂപപ്പെട്ട മാറ്റം കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഈ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ UDFന് സാധിക്കും. തലസ്ഥാന നഗരസഭയിൽ BJP 50 സീറ്റുകൾ നേടി ഭരണം പിടിച്ചെടുത്തത് വലിയ വാർത്തയായെങ്കിലും വോട്ട് വിഹിതത്തിൽ UDF വലിയ തിരിച്ചുവരവാണ് നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലാകെ 40% വോട്ട് വിഹിതം നേടാൻ UDFന് കഴിഞ്ഞിരുന്നു എന്നത് അവരുടെ ശക്തിയാണ് കാണിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിഗണിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും ഉയർന്ന വോട്ട് വിഹിതത്തിൽ UDFന് വിജയിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. സർക്കാർ ജീവനക്കാരും പെൻഷൻകാർക്കും ഏറെ സ്വാധീനമുള്ള തിരുവനന്തപുരം ജില്ലയിൽ ശമ്പള പ്രതിസന്ധിയും പെൻഷൻ മുടങ്ങുന്നതും സർക്കാരിനെതിരെയുള്ള ശക്തമായ ആയുധമായി UDF മാറ്റിക്കഴിഞ്ഞു. നെടുമങ്ങാട്, വാമനപുരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ തദ്ദേശ തലത്തിൽ ഭൂരിപക്ഷം നിലനിർത്താൻ LDFന് കഴിഞ്ഞെങ്കിലും അവരുടെ വോട്ടുകളിൽ 15 മുതൽ 20% വരെ ഇടിവുണ്ടായതായും കാണാൻ കഴിയും. ഈ വോട്ടുകൾ UDF പെട്ടിയിലാക്കിയാൽ ജില്ലയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറുമെന്ന് ഉറപ്പാണ്. വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും BJP ഉയർത്തുന്ന വെല്ലുവിളി LDFന്റെ വോട്ട് ബാങ്കിനെയാണ് ചോർത്തുന്നത്. ഇത് UDFന് കൂടുതൽ മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത വിജയം നൽകാൻ സഹായിക്കും. ഭരണമാറ്റം ആഗ്രഹിക്കുന്ന നിശബ്ദരായ വോട്ടർമാർ ഇത്തവണ UDFന് പിന്നിൽ അണിനിരക്കുന്നു എന്നാണ് ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മണ്ഡലം തിരിച്ചുള്ള കൃത്യമായ പ്രവർത്തനവും സ്ഥാനാർത്ഥി നിർണയവും നടന്നാൽ തിരുവനന്തപുരം ജില്ല ഇത്തവണ UDFന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കും. തലസ്ഥാനം പിടിച്ചടക്കി കേരളത്തിന്റെ അധികാരം തിരിച്ചുപിടിക്കാനുള്ള UDFന്റെ യാത്രയ്ക്ക് തിരുവനന്തപുരം തന്നെയാകും കരുത്തു പകരുക.